ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഫുൾ റെക്കോർഡ് ചെയ്താൽ കേട്ടോ. പക്ഷേങ്കിൽ ലൈറ്റ് അങ്ങ് ബ്ലിങ്ക് ആയിട്ട് പോയിട്ട് എന്തോ വോൾട്ടേജിൻ്റെ ഇഷ്യൂസ് ആണെന്ന് തോന്നുന്നു. അത് മുഴുവൻ കുറേ നേരത്തെ എൻ്റെ ഇത്രയും നേരം ഞാൻ പറഞ്ഞത് ഫുൾ വേസ്റ്റ് ആയിപ്പോയി കേട്ടോ. അപ്പം എനിക്ക് രണ്ടാമത് പിന്നെ അത് പറയാനുള്ള ഒരു ഇത് തോന്നില്ല. അതുകൊണ്ട് ഞാനോർത്ത് ഇന്ന് രാവിലെ ഞാൻ ചെയ്ത വർക്കൗട്ടിൻ്റെ കൂടെ പറയാനുള്ള കാര്യങ്ങൾ പറയാമെന്ന് വെച്ചു. ഇന്ന് ഞങ്ങൾ ചെയ്ത ബാലൻസിങ് യോഗയാണ് കേട്ടോ. ഈ റോപ്പ് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ബോഡിയെ ബാലൻസ് ചെയ്യുന്ന അത് ജസ്റ്റ് അത് ഞാൻ ഫുൾ ഇന്നത്തെ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എഡിറ്റൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മീൻസ് ഇങ്ങനെ അതിൻ്റെ കൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്ന് പറയാൻ പോകുന്ന മെയിൻ കാര്യങ്ങൾ പറയാം കേട്ടോ. ഇതാണ് നമ്മുടെ യോഗ പഠിപ്പിക്കുന്ന സാർ കേട്ടോ. സാർ അങ്ങനെ ഇൻസ്ട്രക്ഷൻ ഞാൻ പറഞ്ഞത് ഞാൻ എഡിറ്റൊന്നും ചെയ്തിട്ടില്ല, റോ ആയിട്ട് ഇട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് മിക്ക ആളുകളുടെയും മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് വെയിറ്റ് കുറയ്ക്കണം എന്നുണ്ട്. പക്ഷേ എല്ലാവരും പറയത്തില്ല കാലറി ഇൻടേക്ക് കുറയ്ക്കണം, അതായത് നമ്മൾ കഴിക്കുന്ന കാലറീസ് കുറയ്ക്കണം എന്ന് പറയും. അപ്പം നമുക്ക് സ്പെഷ്യലി ഓരോ ആൾക്കാരും ഓരോ ഇൻഡിവിജ്വലും ഡിഫറെൻ്റ് ആണല്ലേ. അപ്പം നമുക്ക് ഓരോ ആൾക്കാർക്കും എത്ര കാലറിയാണ് കഴിച്ചാലാണ് വെയിറ്റ് ലോസ് ഉണ്ടാവുന്നത് അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് മനസ്സിലാവത്തില്ല നമ്മൾ എത്ര കാലറിയാണ് കഴിക്കേണ്ടതെന്ന്. ഇപ്പം എനിക്ക് കഴിക്കേണ്ട കാലറി ആയിരിക്കത്തില്ല വേറൊരാൾക്ക് കഴിക്കേണ്ടത്. അപ്പം എല്ലാവരുടെയും ഡിഫറെൻ്റ് ആണ്. അപ്പം ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉള്ള മെത്തേഡാണ് ഇന്ന് ഞാൻ പറയുന്നത്. അതായത് നമുക്കെത്ര ഒരാൾക്ക്, അതായത് ആസ് ആൻ ഇൻഡിവിജ്വൽ എനിക്ക് എത്ര കാലറി കഴിച്ചാൽ മാത്രമാണ് എനിക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവുന്നത് എന്നാണ്. ഇത് ജനറലായിട്ട് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. നമുക്കെപ്പോഴും അവനവൻ്റെ കാൽക്കുലേറ്റ് ചെയ്യണം. അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഇത് കുറച്ച് മാത്സ് ആണ്, കുറച്ച് ട്രിക്കി അല്ല, നമുക്ക് എഴുതി വെച്ച് ചെയ്താൽ മതി. അതാദ്യം ഒരു പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ നമ്മൾ പിന്നെ അതനുസരിച്ച് മാത്രമായിരിക്കും എപ്പോഴും നമ്മൾ ആഹാരം കഴിക്കുന്നത്. പിന്നെ ഓരോ ഫുഡിൻ്റെയും എത്ര ഗ്രാം എത്ര കാലറി എന്നുള്ളത് അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്യാം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മൾക്ക് എത്ര കാലറി കഴിച്ചാലാണ്, അതായത് നിങ്ങൾ ഓരോരുത്തർക്കും ഫോർ എക്സാമ്പിൾ നമുക്കൊരു കുട്ടിയെ എടുക്കാം. സൗമ്യ എന്ന് പറഞ്ഞൊരു കുട്ടി, ആ കുട്ടിക്ക് അതായത് ഒരു എക്സാമ്പിളായിട്ട് എടുക്കുക കേട്ടോ. സൗമ്യ എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് എത്ര കാലറി കഴിക്കുമ്പോഴാണ് വെയിറ്റ് ലോസ് ഉണ്ടാവുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പം അതിനാദ്യം വേണ്ടത് ഞാൻ 3 സ്റ്റെപ്പായിട്ട് പറയാം കേട്ടോ. 3 സ്റ്റെപ്പായിട്ടാണ് ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നതാണ് BMR. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഞാൻ വിശ്വസിക്കുന്നു ബേസിക് മെറ്റബോളിക് റേറ്റ്. ഞാൻ എപ്പോഴും പറയുമല്ലോ നമ്മുടെ ഏജ് കൂടുന്നതനുസരിച്ച് നമ്മുടെ മെറ്റബോളിസം കുറയും. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഫുഡ് കഴിച്ചാലും വെയിറ്റ് ലോസ് പാടായിരിക്കും. ഏജ് കുറഞ്ഞ ഏജ് ആണെങ്കിൽ മെറ്റബോളിസം ഫാസ്റ്റ് ആയിരിക്കും. ചുരുക്കി പറഞ്ഞ ഒരു സിമ്പിൾ വേർഡ്സിൽ പറഞ്ഞാൽ നമ്മൾക്ക് ദഹിക്കുന്ന ആ ഒരു പ്രോസസ്സില്ലേ, ആ ദഹിച്ചിട്ട് എനർജി ആയിട്ട് വരുന്ന ആ പ്രോസസ്സ് പ്രായം ചെല്ലും തോറും ദഹനശക്തി നമ്മളുടെ കുറയും. അത്രയ്ക്ക് പഴയ അതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു നോളജാണ് കേട്ടോ. ബേസിക് മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ദഹിച്ചിട്ട് എനർജി ആയിട്ട് വരുന്ന ആ ഒരു പ്രോസസ്സാണ്. അപ്പം ഈ BMR കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വലിയ മെനക്കെടുവൊന്നും വേണ്ട. ഗൂഗിളിൽ പോയിട്ട് ഹൗ ടു കാൽക്കുലേറ്റ് BMR എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ അതിനകത്ത് കറക്റ്റായിട്ട് നമ്മളുടെ വെയിറ്റ്, കിലോഗ്രാമിലുള്ള നമ്മുടെ വെയിറ്റ്, സെൻറ്റിമീറ്ററിലുള്ള നമ്മുടെ ഹൈറ്റ്, പിന്നെ നമ്മുടെ കറക്റ്റ് ഏജ്, ഈ 3 ഫാക്ടർ അവർ ചോദിക്കും. അത് നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമ്മളുടെ ബേസിക് മെറ്റബോളിക് റേറ്റ് തിരിച്ചു വരും. അപ്പം അതായത് നമുക്കിപ്പോൾ നമ്മളൊരു കുട്ടിയെ എക്സാമ്പിളായിട്ട് എടുത്തല്ലോ, സൗമ്യയ്ക്ക് 25 ഇയേഴ്സ് ഉണ്ട്. എൻ്റെ കൂടെ ജിമ്മിലുള്ള ഒരു കൊച്ചുകുട്ടിയാണ് കേട്ടോ സൗമ്യയുടെ തന്നെ നമുക്കെടുക്കാം. സൗമ്യയ്ക്ക് 25 വയസ്സുണ്ട്. ആൻഡ് സൗമ്യയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 60 കിലോ ആണ്. സൗമ്യയുടെ ഹൈറ്റ് 154. നമ്മൾ എക്സാമ്പിളായിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ എക്സാമ്പിളായിട്ട് എടുക്കുമ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം. അപ്പോൾ സൗമ്യയുടെ മെറ്റബോളിക് റേറ്റ് നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ കിട്ടുന്നത്, ഞാൻ പറഞ്ഞല്ലോ ഹൈറ്റും വെയിറ്റും ഏജും കൊടുക്കുമ്പോൾ ഗൂഗിളിൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പം അതിൻ്റെ മെറ്റബോളിക് റേറ്റ് വരും. അത് വരുന്നത് 1277 കാലറീസാണ്. അതായത് സൗമ്യയ്ക്ക് സർവൈവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് 1277 കാലറീസാണ് വേണ്ടത്. സൗമ്യ ഒരു വർക്കൗട്ടും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, ഡെയിലി നോർമലായിട്ട് ജീവിക്കുന്ന വീടിനകത്തിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അതിന് വേണ്ടത് 1277. അപ്പോൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം. ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ BMR ഒന്ന് കണ്ടുപിടിച്ചുകൊണ്ട് പോവാം. അതായത് നിങ്ങളുടെ ഏജ്, നിങ്ങളുടെ ഹൈറ്റ് സെൻറ്റിമീറ്ററിൽ, ഏജ് കിലോഗ്രാമിൽ, പിന്നെ കറക്റ്റ് ഏജ്, ഇത് 3 ഗൂഗിളിൽ ഹൗ ടു കാൽക്കുലേറ്റ് മൈ BMR എന്ന് എടുത്ത് കൊടുത്തിട്ട് ആ BMR ഒന്ന് കണ്ടുപിടിച്ചിട്ട് വന്നിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. അപ്പം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് TDEE. അതായത്
ടോട്ടൽ ഡെയിലി എനർജി എക്സ്പെൻഡിച്ചർ. അതായത് നമുക്കൊരു ദിവസം എത്ര എനർജിയാണ് വേണ്ടത്. കഴിക്കുന്ന ആഹാരം നമ്മൾ എത്രയാണ് 1277 കഴിച്ചാൽ നമ്മൾ സൗമ്യയുടെ നോർമലായിട്ടിരിക്കുമ്പം അത്രയാണ് അതിന് വേണ്ടത്. അതിൻ്റെ ആവശ്യം, അതിൻ്റെ ബോഡിക്ക് ആവശ്യമുള്ളത് 1277 ആണ്, 1277. പക്ഷെങ്കിൽ നമ്മൾ TDE എന്ന് പറഞ്ഞാൽ എനർജി, നമ്മൾ ഒരു ദിവസം എത്ര എനർജിയും കൂടിയാണ് കളയുന്നതെന്ന് നോക്കാം. അതായത് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ ഓരോ ആക്ടിവിറ്റി. ജസ്റ്റ് നമ്മൾ ഉറങ്ങുമ്പോൾ പോലും നമ്മുടെ കുറച്ച് എനർജി സ്പെൻഡ് ആവുന്നുണ്ട്. ശ്വാസം എടുക്കുന്നു, ശ്വാസം വെളിയിലോട്ട് വിടുന്നു, പിന്നെ നമ്മൾ കഴിക്കുന്നു, ബ്രഷ് ചെയ്യുന്നു, മീൻസ് നടക്കുന്നു, ഫാൻ ഓൺ ചെയ്യാൻ പോകുന്നു, അങ്ങനെ എല്ലാം ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആ എനർജി, അതിലൊക്കെ നമ്മുടെ കാലറീസ് ബേൺ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഈ സൗമ്യയ്ക്ക് എത്ര കാലറി ഒരു ദിവസം ടോട്ടൽ ഡെയിലി എനർജി എക്സ്പെൻഡിച്ചർ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് BMR കിട്ടിയിട്ടുണ്ട്. എത്രയാണ് സൗമ്യയുടെ BMR? 1277. ഈ 1277 എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് സൗമ്യയുടെ TDEE കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഫാക്ടർ ഉണ്ട്, അതായത് ഹാരിസ് ബെനഡിക്റ്റ് ഫാക്ടർ എന്ന് പറഞ്ഞിട്ട്. അത് ഞാനിവിടെ എഴുതി കാണിക്കാം. അത് വെച്ചിട്ട് നിങ്ങൾ അത് കാൽക്കുലേറ്റ് ചെയ്താൽ മതിയേ. ഈ ഹാരിസ് ബെനഡിക്റ്റ് കാൽക്കുലേറ്റർ വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് നമുക്ക് അതിനകത്ത് ഓരോന്നും നമ്മൾ ബേസിക്കായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ അതിൻ്റെ എത്രയാണ്, അങ്ങനെ ഓരോരോ റേഷ്യോസ് അവർ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കറക്റ്റ് സത്യമായിട്ട് നമ്മൾ മോഡറേറ്റ് ആയിട്ട് വർക്കൗട്ട്, ഇപ്പോൾ സൗമ്യ മോഡറേറ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് സൗമ്യ മിക്കവാറും നമ്മൾ ആദ്യമായിട്ട് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങുന്നവരാണ് 1.5 ബേസിക് എടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ സൗമ്യ മോഡറേറ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഞാൻ 1.53 എടുത്തു സൗമ്യയുടെ അതായത് ബെനഡിക്റ്റ് ഫാക്ടർ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആദ്യം കിട്ടിയ ബേസൽ മെറ്റബോളിക് റേറ്റ് സൗമ്യയുടെ 1277 ആണ്. അതുകൊണ്ട് ഈ 1.53 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 1953 ആണ്. അതാണ് സൗമ്യയുടെ ഒരു ദിവസത്തെ ടോട്ടൽ ഡെയിലി എനർജി എക്സ്പെൻഡിച്ചർ, 1953. അപ്പം ഈ 1953 കാലറീസ് സൗമ്യ കൺസ്യൂം കഴിച്ചാൽ സൗമ്യ വണ്ണം വയ്ക്കത്തുമില്ല, ക്ഷീണിക്കത്തുമില്ല, സൗമ്യ മെയിൻറ്റെയിൻ ചെയ്ത് വയ്ക്കും. മനസ്സിലായോ? ഇവിടെയാണ് ഇതിൽ നിന്നാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോൾ സൗമ്യയ്ക്ക് 1 കിലോ വെയിറ്റ് കുറയ്ക്കണം എന്ന് വെച്ചോ. സൗമ്യ ആലോചിക്കുന്ന സൗമ്യയ്ക്ക് 1 കിലോ വെയിറ്റ് കുറയ്ക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? 1953 നമ്മൾ ആ 1 കിലോ എന്ന് പറയുന്നത് 7000 കാലറീസാണ്. 7000 കാലറി. അപ്പോൾ സൗമ്യ ഓർക്കുക, എനിക്ക് ഒരാഴ്ച കൊണ്ട് 1 കിലോ കുറയ്ക്കണം എന്ന് വെച്ചാൽ സൗമ്യ എന്ത് ചെയ്യും? 1953 1000 കുറച്ചാൽ സൗമ്യയ്ക്ക് 950 കാലറീസ് മാത്രം കഴിച്ചുകൊണ്ട് എക്സസൈസ് ചെയ്താൽ മാത്രമാണ് ഒരാഴ്ച കൊണ്ട് 1 കിലോ കുറയുന്നത്. പക്ഷെങ്കിൽ ഇതൊരിക്കലും ഒരു ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ലോസ് അല്ല. നമ്മൾ 1000 കാലറി ഡെഫിസിറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് പറ്റത്തില്ല. കാരണം നമ്മൾ അതിനകത്ത് 950 മാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ഞാൻ ഇത്രേ കഴിക്കുന്നുള്ളൂ അല്ല, കഴിക്കുന്ന ഓരോ പച്ച വെള്ളം ഒഴിച്ച് ബാക്കി എല്ലാ സാധനത്തിനും കാലറീസ് ഉണ്ട്. അപ്പോൾ 950 കാലറീസ് കഴിച്ചുകൊണ്ട് ഒരാഴ്ച കൊണ്ട് 1 കിലോ കുറയ്ക്കുക എന്ന് പറയുന്നത് ഫീസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയും 950 വേണ്ട, നമ്മൾ 15 ദിവസം കൊണ്ടാണ് കുറയ്ക്കുന്നെങ്കിൽ 500 കാലറി ഡെഫിസിറ്റ് ഒരു ദിവസം വെക്കണം. ഇത് ഇത്തിരി കൂടുതലായിപ്പോയി അല്ലേ? നമ്മൾ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ടാർഗറ്റ് മാത്രം ചെയ്യുക. 1 മാസം കൊണ്ടാണ് ഞാൻ 1.3 kg നിങ്ങൾ കണ്ടല്ലോ ചലഞ്ച് ചെയ്ത് കുറച്ചത്. അപ്പം നമ്മൾ ഇത്രയും വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ 2 മണിക്കൂർ ഓൾമോസ്റ്റ് വർക്കൗട്ട് ചെയ്യുമ്പോൾ 350 കാലറീസാണ് ബേൺ ആവുന്നത്. അപ്പോൾ നമ്മളതനുസരിച്ച് ഓരോരുത്തരുടെയും അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കണം ടോട്ടൽ ഡെയിലി എനർജി എക്സ്പെൻഡിച്ചർ കണ്ടുപിടിച്ചിട്ട് അതിനകത്തുനിന്ന് നമുക്ക് വെയിറ്റ് ലോസ് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതും ശ്രദ്ധിച്ചോ. 7000 കാലറീസ് ഡെഫിസിറ്റ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് 1 കിലോഗ്രാം വെയിറ്റ് കുറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ എത്ര നാൾ കൊണ്ടാണ് അച്ചീവ് ചെയ്യുന്നത് വിചാരിക്കുക. അത് കഴിഞ്ഞ് കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുക. മനസ്സിലായോ? ഈ ഞാൻ പറയുന്നത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം കുറച്ച് മാത്സ് ആണിത്. ആദ്യം BMR കണ്ടുപിടിക്കുക, BMR കണ്ടുപിടിച്ചിട്ട് ഹാരിസ് ബെനഡിക്റ്റ് കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് നമ്മുടെ ബേസിക് അത് കണ്ടുപിടിക്കുക, ആ റേഷ്യോ കണ്ടുപിടിക്കുക, എന്നിട്ട് അതിനെ BMR ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ എനർജി TDEE. അതിൽ നിന്ന് നമുക്ക് വെയിറ്റ് ലോസ് വേണമെങ്കിൽ നമ്മൾ എത്ര നമ്മൾ ചെയ്തുകൊണ്ട് പോകണമെന്ന് വെച്ചിട്ട് ടാർഗറ്റ് സെറ്റ് ചെയ്യുക. ഇതത്ര ഈസി അല്ല കേട്ടോ വെയിറ്റ് ലോസ്. ഇപ്പം നമ്മളൊരു 25 വയസ്സുള്ള ഒരു കുട്ടിക്ക്, ഇപ്പോൾ സൗമ്യയുടെ കാര്യം പറയുന്നത് സൗമ്യയ്ക്ക് പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാം. കാരണം എന്താണെന്ന് മെറ്റബോളിക് റേറ്റ് നല്ല ഫാസ്റ്റാണ്. നമ്മൾ 40+ ഒക്കെ ആയി കഴിയുമ്പോഴത്തേന് ഭയങ്കര പതുക്കെ നമ്മുടെ ഈ മെറ്റബോളിസം നടക്കത്തുള്ളൂ. അതനുസരിച്ച് നമ്മുടെ വെയിറ്റ് ലോസ് ജേർണി ഭയങ്കര സ്ലോ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് എത്രയും പെട്ടെന്ന് ജീവിതത്തിൽ ഒരു 30-30കളിലൊക്കെ തന്നെ 25കളിലൊക്കെ എക്സസൈസ് ചെയ്യുന്ന കുട്ടികൾ വലുതാകുമ്പോഴത്തേന് അവരുടെ
മീൻസ് അത് ഈസിയാണ് മെയിൻറ്റെയിൻ. നമ്മൾ ഭയങ്കരമായിട്ട് വണ്ണം വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വെയിറ്റ് ലോസ് ജേർണിക്ക് പോയാൽ ഭയങ്കര പാടാണ്. പിന്നെ നമ്മൾ പ്രായമാകും തോറും ഉണ്ടല്ലോ മുട്ടുവേദന, നമുക്കങ്ങനെ വിഗ്രസ് കാർഡിയോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ട് കേട്ടോ നമ്മുടെ അസുഖങ്ങൾക്കും എല്ലാം. അപ്പോൾ ഇതുകൊണ്ട് ഞാനിപ്പം എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണുമല്ലോ. കുറച്ച് നമുക്ക് ഈ BMR കണ്ടുപിടിക്കാൻ ഒന്നും ഇപ്പോൾ ഗൂഗിൾ ഉള്ളതുകൊണ്ട് ഒന്നും കണ്ടുപിടിക്കാൻ ഒരു പാടുമില്ല. BMR കണ്ടുപിടിക്കുക, BMR കണ്ടുപിടിച്ചിട്ട് നമ്മുടെ ബേസിക്കായിട്ട് തെറ്റ് ഈ ബെനഡിക്റ്റ് ഫാക്ടർ, അതായത് 1.5 തന്നെ എടുത്തു. ആദ്യമായിട്ടൊക്കെ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യാൻ പോകുന്നവർ അതിന് നിങ്ങളുടെ BMR-നെ ആയി 1.5, നിങ്ങൾ ബേസിക്കായിട്ട് എക്സസൈസ് ചെയ്യുന്ന ഒരാളാണെന്ന് വെച്ചു. അപ്പോൾ ബേസിക്കായിട്ട് ഒന്നും ചെയ്യാത്ത ഒരാളാണ് 1.5 എടുത്തു. മോഡറേറ്റ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് 1.53 പോലും ഞാൻ എടുത്തു കേട്ടോ. എന്നിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് ഒരു ദിവസം എത്ര എനർജിയാണ് വേണ്ടതെന്ന്. അതിനേന്ന് നിങ്ങൾക്ക് എത്ര വെയിറ്റ് ലോസ് ആണോ ചെയ്യേണ്ടത്, ആ 7000 1 കിലോ 7000 നിങ്ങൾ അത് നിങ്ങൾക്ക് എത്ര കിലോ കുറയ്ക്കുന്നത് അതനുസരിച്ച് ഡിവൈഡ് ചെയ്യുക. അതനുസരിച്ച് ടാർഗറ്റ് സെറ്റ് ചെയ്യുക. അങ്ങനെ പതുക്കെ ടാർഗറ്റ് സെറ്റ് ചെയ്ത് നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാം. ഇപ്പം 80 കിലോ ഒക്കെ വെയിറ്റ് ഉള്ളവർക്കാണെങ്കിൽ വെയിറ്റ് ലോസ് ചെയ്യേണ്ട വലിയ ആവശ്യമാണ്. ഒരു 55 നമ്മുടെ ഹൈറ്റിനനുസരിച്ച് കേട്ടോ, നമ്മുടെ ഹൈറ്റും പ്രായവും അനുസരിച്ച് മാത്രം വെയിറ്റ് ലോസിലേക്ക് പോകാം. പിന്നെ ചുമ്മാ വെറുതെ ഭയങ്കരമായിട്ട് എക്സസൈസ് ആയിട്ട് മുട്ട് പോയി നമുക്ക് ഒത്തിരി ഇഷ്യൂസ് ഉണ്ടാവും ഈ പ്രായത്തിലല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബോഡിയെ അറിഞ്ഞ് മാത്രം എക്സസൈസ് ചെയ്യാം. ഞാൻ എപ്പോഴും പറഞ്ഞു കേട്ടോ, നമ്മുടെ ബോഡി എങ്ങനെ, ഞാനിപ്പോൾ 15 വർഷമായിട്ട് എക്സസൈസ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഞാൻ വിഗ്രസ് മൂവ്മെൻറ്റ് ചെയ്യും. അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു പകുതി. അപ്പോൾ അതനുസരിച്ച് നമ്മൾ കഴിക്കുന്ന ആഹാരം കൺട്രോൾ ചെയ്യുക, പോർഷൻ സൈസ് കൺട്രോൾ ചെയ്യുക. ഞാൻ ഇനി ഒരു വീഡിയോ ഇടാം. അതിനകത്ത് നമ്മൾ ഒരു ചപ്പാത്തി എത്ര ഗ്രാം നമ്മളത് വെയിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു മെഷറിങ് എൻ്റെ ഒരു മെഷറിങ് സ്കെയിലുണ്ട്, അതായത് വെയിങ് മെഷീനുണ്ട്. അതിനകത്ത് വെച്ചിട്ട് ഞാൻ എല്ലാം ചെയ്ത് കാണിക്കാം. നമുക്ക് എത്ര 300 കാലറി എന്ന് പറഞ്ഞാൽ 2 ചപ്പാത്തിയും എത്ര ചിക്കൻ, അതായത് നമ്മുടെ ചിക്കൻ കറിക്കൊക്കെ കറി കൂടുതലെടുത്ത് അതിനകത്തൊക്കെ ഗ്രേവിക്കൊക്കെ നല്ല കാലറീസ് ഉള്ള കേട്ടോ, എണ്ണ തേങ്ങ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇത്രയേ കഴിക്കുന്നുള്ളൂ എന്ന്. നമ്മൾ കഴിക്കുന്നത് എപ്പോഴും കൂടുതൽ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ നമുക്ക് വെയിറ്റ് ലോസ് അത്ര ഫാസ്റ്റായിട്ട് ഉണ്ടാകാത്തത്. പിന്നെ നമ്മുടെ ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മുമ്പോട്ട് ചാടി കിടക്കുന്നത് നമ്മുടെ വയറാണല്ലോ, ബെല്ലി ഫാറ്റാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ ബെല്ലി ഫാറ്റ് മാത്രമായിട്ടൊന്നും കുറയ്ക്കാൻ പറ്റത്തില്ല. ബെല്ലി ഫാറ്റിന് വേണ്ടി എക്സസൈസ് ചെയ്യുന്നത് ശരിയാണ്, പക്ഷേ ഓവറോൾ ബോഡിയുടെ നമ്മുടെ വെയിറ്റ് ലോസ് വരുമ്പോഴേ നമ്മുടെ ബാക്ക് ഫാറ്റ്, ലവ് ഹാൻഡിൽസ്, പിന്നെ നമ്മുടെ സ്റ്റൊമക്ക് ഏരിയ, അതിനകത്തൊക്കെ വെയിറ്റ് കുറയത്തുള്ളൂ. അപ്പം ഇങ്ങനെ എനിക്ക് മനസ്സിലായത്, ഞാനൊരു ഒത്തിരിയും റിസർച്ച് ചെയ്തിട്ടും ഡയറ്റീഷ്യൻസിനെ കൺസൾട്ട് ചെയ്തിട്ടും ഒക്കെയാണ് കേട്ടോ ഞാൻ വീഡിയോസ് ഇടുന്നതും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നതും. ഇനി ഞാനൊരു സെഷൻ വെക്കാമെന്ന് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതായത് ഈ 40കളിലുള്ള സ്ത്രീകൾക്ക് ഹോർമോണൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഉള്ള പ്രോബ്ലംസ്, അതിനെപ്പറ്റി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസ് എൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു ഫ്രണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗൈനക്കോളജി, നമുക്ക് അവരുമായിട്ടൊരു 1-to-1 ചാറ്റ്, അതായത് നിങ്ങൾ തരുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചിട്ട് ആൻസേഴ്സ് പറയിപ്പിക്കാം. അതായത് നോർമലായിട്ടുള്ള ക്വസ്റ്റ്യൻ, അതായത് ചെക്കപ്സ് വേണ്ടാത്തത് ഓൺലൈനായിട്ട് ചെയ്യുന്ന പോലെ. അപ്പോൾ അങ്ങനെ ഒരു സെഷൻ വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ഇതിനകത്ത് എക്സസൈസ് പാറ്റേൺസ് ഇടുന്നതും ഡയറ്റ് ഇടുന്നതും, ഡയറ്റ് ഞാൻ അങ്ങനെ പറയുന്നില്ല, പിന്നെ പറയുന്നില്ല, ന്യൂട്രീഷനിസ്റ്റും ഗൈനക്കോളജിസ്റ്റും ഒക്കെ ആയിട്ട് കൺസൾട്ട് ചെയ്തിട്ട് നമ്മുടെ ഫീമെയിൽ ബോഡിയെ പറ്റി ചെയ്തിട്ടുണ്ട് കേട്ടോ, ചുമ്മാ അങ്ങ് വീഡിയോ ഇടുമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എക്സസൈസ് ചെയ്യുന്ന കാര്യം ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. വെയിറ്റ് ലോസിന് വേണ്ടി വിഗറസ് ആയിട്ട് ചെയ്യാതിരിക്കുക, നമ്മുടെ ബോഡി അറിഞ്ഞ് മാത്രം എക്സസൈസ് ചെയ്യുക. യോഗ എപ്പോഴും ചെയ്യുന്നത് ഏത് ഏജിലും നല്ലതാണ്, 70കളിൽ പോലും യോഗ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണല്ലോ ഞാൻ എപ്പോഴും ഇടുന്നത്. അപ്പം എനിക്ക് 50 വയസ്സായിരുന്നു ഞാൻ പറയുന്നു. 50 വയസ്സിൽ ഞാൻ 56.7 kg ആയിട്ടുണ്ട്. എൻ്റെ ഓപ്റ്റിമം വെയിറ്റ് ഞാൻ വെക്കുന്നത് 55 ആണ്. എൻ്റെ ഹൈറ്റ് എനിക്ക് കുറവാണ്. അപ്പോൾ 152 സെൻറ്റിമീറ്റർ ഉള്ളൂ എൻ്റെ ഹൈറ്റ്. അപ്പോൾ അതനുസരിച്ചുള്ള എൻ്റെ ബോഡി വെയിറ്റ് എന്ന് പറഞ്ഞാൽ 52 വരണം. പിന്നെ എൻ്റെ ഏജ് അനുസരിച്ച് 55 ഒരു കുഴപ്പമില്ല. അങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഞാൻ ചുമ്മാതെ ഇങ്ങനെ പറയുമല്ല, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, അതുകൊണ്ട് എനിക്കുണ്ടായ മാറ്റങ്ങളും അതനുസരിച്ച് മാത്രമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഓരോന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് പറയുക. അപ്പോൾ എൻ്റെ ഒരു വീഡിയോയുടെ ഉദ്ദേശം ഞാൻ എപ്പോഴും പറയുമല്ലോ, വെൽനസ് വേ ബൈ ലക്ഷ്മി. നമ്മുടെ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകാർക്ക് എങ്ങനെ സന്തോഷമായിട്ടിരിക്കാം, നമ്മൾ ഫിറ്റായിട്ടിരിക്കാം. ഫിറ്റ് ഇൻ ദ സെൻസ് ഞാൻ പറഞ്ഞ അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കാം. അതുകൊണ്ട് അങ്ങനെയുള്ള ഫ്രണ്ട്സിനെ മോട്ടിവേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ലക്ഷ്മി. പിന്നെ നമുക്ക് പറയാനൊരു കാര്യമാണ്, 159 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഷോർട്സ് ഒക്കെ എല്ലാവരും കാണുന്നുണ്ടല്ലോ.
അപ്പോൾ നമ്മൾ പതുക്കെ എനിക്ക് പതുക്കെ അച്ചീവ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ ഓർഗാനിക്കായിട്ട് ഞാൻ ആർക്കും വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാറില്ല, എൻ്റെ റിലേറ്റീവ്സിനോട് പറഞ്ഞിട്ടില്ല, എൻ്റെ ഫ്രണ്ട്സിനോട് ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ എനിക്കിങ്ങനെ യൂട്യൂബ് ചാനലുണ്ടെന്ന്. കണ്ടറിഞ്ഞ് വരുന്നവർ മാത്രമാണ്. തികച്ചും ഓർഗാനിക് ആയിട്ടുള്ളൊരു ചാനലാണ്. അതുകൊണ്ട് എനിക്കറിയാം എനിക്ക് ഗ്രോത്തും പതുക്കെ ആയിരിക്കും. എനിക്ക് കുഴപ്പമില്ല, ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് തന്നെയാണ് വിചാരിക്കുന്നത്. സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെടുന്നവർ കൺസിഡർ സബ്സ്ക്രൈബിങ്. താങ്ക് യു വൺസ് അഗെയിൻ ലക്ഷ്മി. ബൈ, ടേക്ക് കെയർ.